ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ടെറസിലെ പൈപ്പിൽ അബദ്ധവശാൽ കുടുങ്ങിയ മൈനയെ രക്ഷിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് ഇത്രയും വലിയൊരു പൈപ്പിൽ ഈ അബദ്ധവശാൽ എങ്ങനെയോ കുടുങ്ങിയ ഒരു മൈനയാണ്. അതിന് മുകളിലേക്ക് പറന്നു പോകുവാൻ സാധിക്കുന്നില്ല, താഴേക്ക് വരുവാനുള്ള ഗ്യാപ്പുമില്ല. അപ്പോൾ ആ പൈപ്പൊന്ന് മുകളിലേക്ക് ഉയർത്തി മൈനയെ രക്ഷിക്കുവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൈപ്പ് ഉയർത്താൻ സാധിക്കുന്നില്ല. മാടത്തെ എത്ര ദിവസമായി ഇതിനകത്ത് പെട്ടുകിടക്കുന്നു എന്നതിന് യാതൊരു ഐഡിയയുമില്ല. പതിയെ മാടത്തെയൊന്ന് തൊട്ട് നോക്കിയിട്ട് മാടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ദിവസം മുമ്പ് ഇതിനകത്ത് പെട്ടതാണ് എന്നതിന് യാതൊരു ഐഡിയയുമില്ല. എങ്ങനെയെങ്കിലും ഇതിന് രക്ഷിക്കണം. ഈ മാടത്തെ രക്ഷിക്കണമെന്നൊരു പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധിക്കുന്നില്ല. ഇത് എത്ര ദിവസം മുമ്പ് വീണ മാടത്തെയാണ് എന്നതിനും യാതൊരു ഐഡിയയുമില്ല. ഞാൻ പൈപ്പ് മുകളിലേക്ക് പൊക്കുമ്പോൾ ഇത് മുകളിലേക്ക് കയറി പോവുകയാണ്. പക്ഷേ ഇതിന് മുകളിലേക്ക് പോയി രക്ഷപ്പെടാനും സാധിക്കുന്നില്ല. താഴെയുള്ള ഗ്യാപ്പിലൂടെ പോകാനും സാധിക്കുന്നു. മാടത്തെ രക്ഷിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഈ പൈപ്പിനകത്ത് കുടുങ്ങിപ്പോയ മാടത്ത. ക്ഷീണിച്ച അവശനായിരിക്കുന്ന മാടത്തെയാണ്. ഒരുപാട് ദിവസമായി ഇതിനകത്ത് പെട്ടുപോയിട്ടെന്ന് തോന്നുന്നു. വളരെ ബുദ്ധിമുട്ടിലാണ് മാടത്ത. പറക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യാതൊരു ഐഡിയയുമില്ല. എന്തായാലും ഇതിനെ ഒന്ന് താഴെ നിർത്തി നോക്കാം. ഈ മാടത്ത് ഭയം കൊണ്ട് എൻ്റെ കയ്യിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഇതിനൊന്ന് വെടിപ്പിച്ച് താഴെ ഒന്ന് നിർത്തി നോക്കാം. അത് രക്ഷപ്പെടുമോ? പറന്നു പോകാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ ഇത് പറന്നു പോയിക്കോളും. ഇല്ലെങ്കിൽ ഇതിനെ തീറ്റ കൊടുത്ത് കൂട്ടിയിട്ട് വളർത്താനുള്ള ശ്രമമാണ്. എന്തായാലും മാടത്തെ ഞാൻ സ്വതന്ത്രനാക്കാൻ പോവുകയാണ്. ഇത് രക്ഷപ്പെട്ട് പറന്നു പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ആ മാടത്തെ താഴെ നിർത്തി കഴിഞ്ഞപ്പോൾ അത് പറന്നുപോയി. ആരോഗ്യമുള്ള മാടത്തെയായിരുന്നു. അങ്ങനെ ഒരു മാടത്തെയെ രക്ഷിക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി നിർത്തുന്നു.